ഹായ് ഓൾ, വെൽക്കം ടു ASAP ലേണിംഗ്. നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റൊരു മാസത്തിലെ ക്ലാസ് ആണ്. അതിൻ്റെ ആദ്യ പാർട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലെയും ഒക്ടോബർ മാസത്തിലെയും പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നവംബർ മാസത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കി നോക്കാം. നമുക്കറിയാം, വരാൻ പോകുന്ന നിരവധി പരീക്ഷകൾ 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഒരുപാട് പരീക്ഷകൾ 2026 നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ പരീക്ഷകളിലെല്ലാം വളരെ അധികം പെർസെൻറ്റേജ് കറണ്ട് അഫയേഴ്സിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സിലെ ഓരോ മാർക്കും എന്ന് പറയുന്നത്. സോ എന്തായാലും നമുക്ക് 2025 നവംബർ മാസത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മൾ പഠിക്കുന്ന പോലെ നമ്മൾ ആദ്യം കേരളത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. സോ ആദ്യം തന്നെ കേരള അവാർഡ്സ് 2025, 4ാമത് കേരള അവാർഡ്സ് ആണ് 2025 നൽകുന്നത്. 4ാമതാണ് കേട്ടോ, അത് ചോദ്യമായിട്ട് വരാം. അപ്പോൾ 2025 കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രധാന സംഭാവന നൽകിയിട്ടുള്ള കേരളത്തിലെ അല്ലെങ്കിൽ ഒരു മലയാളിക്ക് ലഭിക്കാവുന്ന കേരളത്തിലെ ഏറ്റവും പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരം എന്ന് പറയുന്നത്. കേരള പുരസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരള ജ്യോതി പുരസ്കാരം. അപ്പോൾ 2025 കേരള പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് കേരള ജ്യോതി പുരസ്കാരമാണ്. കേരളത്തിലെ ഏറ്റവും പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് കേരള ജ്യോതി പുരസ്കാരം എന്ന് പറയുന്നത്. ഡോക്ടർ MR രാഘവ വാര്യർ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സംഭാവനകൾക്കാണ് ഡോക്ടർ MR രാഘവ വാര്യർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ചോദ്യം കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചതാണ്. ഓക്കെ, റീസെൻ്റ് ആയിട്ട് നടന്നൊരു പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനക്ക് കേരള ജ്യോതി പുരസ്കാരം 2025 ലഭിച്ച വ്യക്തി ആര് എന്ന് കഴിഞ്ഞ ഒരു പരീക്ഷയിൽ ചോദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന പരീക്ഷയിലും ഇതിലേതെങ്കിലും ഒരു വ്യക്തിയും അല്ലെങ്കിൽ അവരുടെ മേഖലയെക്കുറിച്ചോ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉത്തരം ആരാണ്? ഡോക്ടർ MR രാഘവ വാര്യർ ആണ്. അവരുടെ മേഖലയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അടുത്തത് കേരള പ്രഭാ പുരസ്കാരമാണ്. അത് 2 വ്യക്തികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. ഒന്ന് കർഷകനായിട്ടുള്ള PB അനീഷ്, അതുപോലെ കലയുമായി ബന്ധപ്പെട്ട് രാജശ്രീ വാര്യർ. അവരുടെ മേഖല കൂടെ അറിഞ്ഞിരിക്കണം, ഒരുപക്ഷെ അതും ചോദ്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ PB അനീഷ് കാർഷികവുമായി ബന്ധപ്പെട്ട വ്യക്തിയെയാണ്. രാജശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് രാജശ്രീ വാര്യർ എന്ന് പറയുന്നത്. ഇനി ഒരു വർഷത്തിൽ പ്രധാനമായും 5 വ്യക്തികൾക്കാണ് കേരളശ്രീ പത്മശ്രീ മാതൃകയിൽ കേരളശ്രീ പുരസ്കാരം ലഭിക്കുക. സോ ആ 5 വ്യക്തികളാണ്. ഒന്നാമത്തെ ആളാണ് ശശികുമാർ, അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ്. അതുപോലെ ഷഹൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. MK വിമൽ ഗോവിന്ദ്, ഓക്കെ, പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയിലെ പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് എന്ത് ലഭിക്കുന്നത്? കേരളശ്രീ പുരസ്കാരം ലഭിക്കുന്നത്. അടുത്തത് ജിലിമോൾ മേരി തോമസ് ആണ്. അവർ ഭിന്നശേഷിയുള്ള ഒരു വ്യക്തിയാണ്, എന്നാൽ കൂടി അവർക്ക് എന്താണ് ഡ്രൈവിംഗ് ലൈസൻസ്, കാർ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു. അത് സൊസൈറ്റിക്ക് ഒരു മോട്ടിവേഷനാണ്. സോ അത്തരം അതിജീവനം എന്ന കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ജിലിമോൾ മാരിയറ്റ് തോമസിന് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി കായികം എന്ന മേഖലയിൽ അഭിലാഷ് ടോമി, ഓക്കെ, നമ്മുടെ നാവികനാണ് അല്ലേ, പായ്ക്കപ്പൽ ഓടിക്കുന്ന നാവികനാണ് ആരെന്ന് പറയുന്നത് അഭിലാഷ് ടോമി. അപ്പോൾ ഈ ഒരു മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഏരിയ ആണ് കേരള പുരസ്കാരങ്ങൾ 2025. ഒന്നുപോലും സ്കിപ്പ് ചെയ്യാനില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തത് കേരളവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 2025 നവംബർ 1 നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പ്രഖ്യാപിച്ച കേരളത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം ആരാണ്? അത് നമ്മുടെ കേരളമാണ്. ഓക്കെ, രാജ്യത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന് പറയുന്ന ആ പദവി
2025 നവംബർ 1 നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ കേരളത്തെ ഈ ഒരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓർത്തിരിക്കുക, പ്രഖ്യാപിച്ച വ്യക്തി ഓർത്തിരിക്കുക, പിണറായി വിജയനാണ്. സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. ഇനി 2026 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂർ ജില്ലയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂർ ജില്ലയാണ് 2026 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എന്ന് പറയുന്നത്. രാജ്യത്ത് 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന് പറയുന്നത്. രാജ്യത്ത് ക്യാൻസറിനെ കുറിച്ചുള്ള സാക്ഷരത നേടുന്ന, അത് 100% നേടുന്ന ആദ്യ നഗരസഭയാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന് പറയുന്ന നഗരസഭ. ഓക്കെ, അടുത്തത് കുംഭമേള. നമ്മുടെ രാജ്യത്തിൻ്റെ പൈതൃകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കുംഭമേള. പ്രധാനമായിട്ടും 4 സ്ഥലങ്ങളിലാണ് കുംഭമേള അരങ്ങേറാറുള്ളത്. ഓക്കെ, കഴിഞ്ഞ വർഷം കുംഭമേള നടന്നിരുന്നു. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിലും കുംഭമേളക്ക് വേദിയൊരുങ്ങുന്നു. തിരുനാവായിൽ, അതായത് മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴക്ക് തീരത്തുള്ള ഒരു സ്ഥലമാണ് തിരുനാവായ എന്ന് പറയുന്നത്. അവിടെ ജനുവരിയിൽ തുടക്കമാകും എന്നാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ കുംഭമേളയെക്കുറിച്ചെല്ലാം നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്തെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കുംഭമേള അരങ്ങേറുകയാണ്. അത് ഭാരതപ്പുഴക്ക് തീരത്തുള്ള ഒരു പ്രധാന പട്ടണമായിട്ടുള്ള തിരുനാവായിലാണ് ആദ്യമായിട്ട് അരങ്ങേറുന്നത്. ഇനി കേരളത്തിലെ ആദ്യ മെട്രോ നഗരമാണ് കൊച്ചി എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം ആണെങ്കിലും കൊച്ചിയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് മെട്രോ വരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ തലസ്ഥാനമായുള്ള തിരുവനന്തപുരത്തും മെട്രോൻ്റെ ആ ഒരു പദ്ധതികൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യഘട്ടത്തിൽ പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെയാണ് തിരുവനന്തപുരം ജില്ലയിൽ മെട്രോ വരുന്നത്. ഓക്കെ, പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെയുള്ള സ്ഥലങ്ങളിലാണ് ഈ തിരുവനന്തപുരം മെട്രോയുടെ ആദ്യഘട്ടത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും അറിഞ്ഞിരിക്കുക. ഇനി ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്തിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പുരസ്കാരം ജില്ലാ പഞ്ചായത്ത് വിഭാഗത്തിൽ ആർക്കാണ്? കാസർഗോഡിനും മികച്ച ജില്ലാ ഭരണകൂടത്തിന് മലപ്പുറത്തിനും ലഭിച്ചു. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു പോയിന്റ് അല്ല. അപ്പോൾ ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജില്ലാ പഞ്ചായത്താണ് കാസർഗോഡ് എന്ന് പറയുന്നത്. ഇനി ജില്ലാ ഭരണകൂടമാണ് മലപ്പുറം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വന്ദേ ഭാരതിനെ കുറിച്ചിട്ടാണ്. 2023 ഏപ്രിൽ മാസത്തിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേഗത്തിലോടുന്ന ട്രെയിനായിട്ടുള്ള ട്രെയിൻ 18 അല്ലെങ്കിൽ വന്ദേ ഭാരത് എന്ന് പറയുന്ന ട്രെയിൻ കേരളത്തിൽ ആദ്യമായിട്ട് എത്തുന്നത്. അപ്പോൾ പുതിയ റൂട്ട് കൂടെ കേരളത്തിലേക്ക് വന്ദേ ഭാരതിൻ്റെ ഭാഗമായിട്ട് വരുവാണ്. ആ റൂട്ടാണ് എറണാകുളം ബാംഗ്ലൂർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡേറ്റ് ഓർത്തിരിക്കുക. 2025 നവംബർ 8 പ്രധാനമന്ത്രി കേരളത്തിന് 3ാമത്തെ വന്ദേ ഭാരത് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ റൂട്ട് ഏതാണ്? എറണാകുളം ബംഗളൂരു റൂട്ടിലാണ് കേരളത്തിൻ്റെ 3ാമത്തെ വന്ദേ ഭാരത് നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി ലോക സഹകരണ സാംസ്കാരിക പൈതൃക മേഖലയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ 100 വർഷത്തെ ചരിത്രമുള്ള തൊഴിലാളി സഹകരണ സംഘമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ULCCS എന്ന് പറയുന്നത്. ലോക സഹകരണ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ 100 വർഷത്തെ ചരിത്രമുള്ള സ്ഥാപനമാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അറിഞ്ഞിരുന്നാൽ മതി. കേരളത്തിന് ഒരു റിസർവ് പോലീസ് ബറ്റാലിയൻ കൂടി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ കോട്ടുക്കൽ ആയിരിക്കും ആസ്ഥാനം. അപ്പോൾ CPO വുമൺ CPO പരീക്ഷയെല്ലാം തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ്. കേരളത്തിന് ഒരു റിസർവ് ബറ്റാലിയൻ കൂടി വരികയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിലെ കോട്ടുക്കൽ ആയിരിക്കും ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്. സോ ഇതിലെ 3 പോയിന്റിൽ ഒന്നാമത്തെയും 3ാമത്തെയും പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി പഠിക്കുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ എഴുതി പഠിക്കുക.
രണ്ടാമത്തെ പോയിന്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഒന്ന് കുറിച്ചു വെക്കുക. ഓക്കെ, അടുത്തത് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ നഗരസഭ കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരമാണ്. അപ്പോൾ എക്കണോമിക്സ് ലിറ്ററസി നേടിയിട്ടുള്ള നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യ നഗരസഭയാണ് ഏതത്? ശ്രീകണ്ഠപുരം എന്ന് പറയുന്നു. നേരത്തെ നമ്മൾ കോട്ടക്കലിനെ കുറിച്ച് പറഞ്ഞു. 100% അർബുദ സാക്ഷരത നേടിയിട്ടുള്ള നഗരസഭയാണ് മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ എന്ന് പറയുന്നത്. ഇവിടെ എക്കണോമിക്സ് ലിറ്ററസി സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷരതാ നഗരസഭയാണ് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠപുരം എന്ന് പറയുന്നത്. ഇനി കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1924 തുടങ്ങി 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. സോ അതിൻ്റെ 100ാം വാർഷികമാണ് 2025 ആചരിച്ചത്. ഓക്കെ, വൈക്കം സത്യാഗ്രഹ സമാപനത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിച്ച വർഷമാണ് 2025. കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ നവംബർ 23. ഓക്കെ, ഇനി കേരളത്തിലെ പുതിയ പോർട്ടാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് എന്ന് പറയുന്നത്. നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഴിഞ്ഞം സീ പോർട്ടുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ PSC പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം, അതുപോലെ തന്നെ അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് ചേർന്ന് നടക്കുന്ന തുറമുഖം. ഓക്കെ, ആദ്യ ബ്രേക്ക് വാട്ടർ സിസ്റ്റം കൊണ്ടുവന്നതെല്ലാം വിഴിഞ്ഞത്താണ്. അപ്പോൾ അതുപോലെ 2025 നവംബറിൽ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് കേട്ടോ. ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായിട്ടും സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ കാണാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി. ഓക്കെ, ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി നേടിയിട്ടുള്ള തുറമുഖമാണ് ഏതെന്ന് പറയുന്നത്? വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ സാക്ഷ്യ എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ കേസിൻ്റെ അന്വേഷണ വേളയിൽ അതുപോലെ വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് വികസിപ്പിച്ച ആപ്പാണ് ഈ സാക്ഷ്യ ആപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, അത്രത്തോളം വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. അതുപോലെ മൂലമറ്റം പവർ ഹൗസ് ഉണ്ട്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയമാണ് ഏത്? ഇടുക്കി ജില്ലയിലെ മൂലമറ്റം എന്ന് പറയുന്നത്. പൂർണ്ണമായും മല തുരന്ന് അതിനകത്ത് പ്രവർത്തിക്കുന്ന പദ്ധതി ഏഷ്യയിലെ തന്നെ ഇത്തരത്തിലുള്ള ഏക നിർമ്മാണമാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുത നിലയമാണ് ഏതെന്ന് പറയുന്നത്? ഇടുക്കി ജില്ലയിലെ മൂലമറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഭൂഗർഭ വൈദ്യുത നിലയം, അതാണ് അവിടുത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അവിടുത്തെ കീ പോയിന്റ് ഏതാണ്? ഭൂഗർഭ വൈദ്യുത നിലയമാണ്. ഇനി നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 2025 നവംബറിൽ അറിഞ്ഞിരിക്കേണ്ട ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. കേരളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമാണ് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ 94 റാംസർ പട്ടികയിലുള്ള തണ്ണീർത്തടങ്ങളുടെ എണ്ണം 94 ആയിരുന്നുണ്ട്. ഡിസംബർ മാസത്തിൽ 2 തണ്ണീർത്തടങ്ങൾ കൂടി റാംസർ പട്ടികയിൽ വരുന്നുണ്ട്. അതോടുകൂടി 96 നവംബർ പ്രകാരമായിരുന്നു 94, കറൻ്റ്ലി 96. അപ്പോൾ ഇന്ത്യയിലെ 94ാമത്തെ റാംസർ സൈറ്റാണ് ബീഹാറിലെ ഗോഗാബീൽ തടാകം എന്ന് പറയുന്നത്, ഗോഗാബീൽ ലേക്ക്. അതുപോലെ ബീഹാർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഈ റാംസർ സൈറ്റുകളുള്ള സ്റ്റേറ്റാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അതിനുശേഷം ഉത്തർപ്രദേശാണ്. 3ാം സ്ഥാനം ആർക്കാണ്? ബീഹാറിനാണ്. പലപ്പോഴും റാങ്കിങ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ തണ്ണീർത്തടങ്ങളുടെ റാങ്കിങ് ചോദിക്കുകയാണെങ്കിൽ 1ാം സ്ഥാനം അത് തമിഴ്നാടിനാണ്, 2ാം സ്ഥാനം അത് ഉത്തർപ്രദേശിനാണ്, 3ാം സ്ഥാനം അത് ബീഹാറിനാണ്. അപ്പോൾ ഇന്ത്യയിലെ നിലവിലെ റാംസർ സൈറ്റുകളുടെ എണ്ണം ചോദിച്ചാൽ 96. ഈ സ്ലൈഡിൽ 94 കാണും. അത് 2025 നവംബർ പ്രകാരമാണ്. ഡിസംബറിൽ 2 റാംസർ സൈറ്റ് കൂടെ വരുന്നുണ്ട്. അത് നമ്മൾ ഡിസംബർ മാസത്തിൽ കറണ്ട് അഫയേഴ്സിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ട് 96 26 ജനുവരി പ്രകാരം. ഓക്കെ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ദിവസപ്രകാരം 96 റാംസർ സൈറ്റാണ് ഉള്ളത്. ഓക്കെ, നിങ്ങൾ ഭാവിയിൽ കാണുന്നുണ്ടെങ്കിൽ മേ ബി ആ നമ്പർ കൂടിയായിരിക്കാം.
ഓക്കെ, എന്നാലും ഞാൻ ഈ ഒരു 2026 ജനുവരി പ്രകാരം ക്ലാസ് എടുക്കുന്ന സമയത്ത് 96 റാംസർ സൈറ്റാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്ത റാംസർ സൈറ്റാണ് ഗോഗാബിൽ. അത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് ബീഹാർ. റാംസർ സൈറ്റുകളുടെ എണ്ണത്തിൽ ബീഹാറിൻ്റെ സ്ഥാനം 3ആണ്. ആദ്യ 2 സ്ഥാനങ്ങളിൽ തമിഴ്നാടും ഉത്തർപ്രദേശുമാണ്. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ ഇസ്ലാംപൂർ സിറ്റിയുടെ പുതിയ പേരെന്താണ്? ഈശ്വർപൂർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇസ്ലാംപൂർ എന്ന് പറയുന്ന ആ ഒരു സിറ്റിയുടെ പുതിയ പേരെന്താണ്? ഈശ്വർപൂർ എന്നാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത് അറിഞ്ഞിരുന്നാൽ മതി. ഈ ഒരു ഫസ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മുടെ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായിട്ട് പല ടെലിഫോൺ കമ്പനികളും ഒപ്പുവെച്ചിട്ടുണ്ട്. ആദ്യം എയർടെലാണ് ഒപ്പുവെച്ചിരുന്നത്, പിന്നീട് ജിയോ അതുമായി ഒപ്പുവെച്ചിരുന്നു. അങ്ങനെ ഈ ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായി കരാർ ഒപ്പിട്ട ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് കേട്ടോ. ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്കുമായി കരാർ ഒപ്പിട്ട ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ആദ്യ ടെലിഫോൺ കമ്പനിയാണ് എയർടെൽ എന്ന് പറയുന്നത്. ആദ്യ സ്റ്റേറ്റ് ആണ് ഏതെന്ന് പറയുന്നത് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. ഈ 2025 ജനസംഖ്യ പ്രൊജക്ഷൻ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയേറിയ ജില്ല ഏതാണ്? പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് ആണ്. ഓക്കെ, അപ്പോൾ 2025 ജനസംഖ്യ പ്രൊജക്ഷൻ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ജില്ല, ഇപ്പോൾ പുതിയ സെൻസസ് ഒന്നും വന്നിട്ടില്ല, സെൻസസ് 2027 വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫാക്റ്റുകൾ നമ്മൾ മാറി പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതെന്താണ്? ജനസംഖ്യ പ്രൊജക്ഷൻ കണക്കുകൾ പ്രകാരമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയേറിയ ജില്ലയാണ് പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനാസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത് അല്ലേ. ദേശീയ ഗാനം ജനഗണമനയാണ്, എന്നാൽ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. സോ അതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ആചരിക്കുന്നത്? 150ാമത്തെ വാർഷികമാണ്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഇന്ത്യൻ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ആചരിക്കുന്നത്? 150ാമത്തെ വാർഷികമാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ രാജ്യത്ത് റീസെൻ്റ് ആയിട്ട് ദിനോസറിൻ്റെ നമ്മൾ ഡൈനോസേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അതിൻ്റെ ഫോസിൽ കണ്ടെത്തിയിരുന്നു. ഏത് സംസ്ഥാനത്താണ് കണ്ടെത്തിയത്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ സഹൻസാരോ നദിയുടെ കരയിൽ നിന്നാണ് മൂക്കൊമ്പൻ ഡൈനോസറിൻ്റേതെന്ന് കരുതുന്ന ഫോസിൽ ലഭിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ റീസെൻ്റ് ആയിട്ട് ഒരു ഡൈനോസറിൻ്റെ ഫോസിൽസ് ലഭിച്ചിരുന്നു. ഏത് സ്റ്റേറ്റിൽ നിന്നാണെന്ന് അറിഞ്ഞിരിക്കുക. ഉത്തർപ്രദേശ് സ്റ്റേറ്റിൽ നിന്നാണ് സഹൻസാരോ നദിയുടെ കരയിൽ നിന്നാണ് ഈ പറയുന്ന ദിനോസറിൻ്റെ എന്ത് ലഭിച്ചത്? ഫോസിൽ ലഭിച്ചത് എന്ന് അറിഞ്ഞിരിക്കുക. ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ മ്യൂസിയം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിൻ്റെ വളരെ കാലത്തെ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കാളികളായിട്ടുള്ള ആദിവാസി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ആദ്യ ഡിജിറ്റൽ മ്യൂസിയം നിലവിൽ വന്നത് ഛത്തീസ്ഗഡിലാണ്. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം തയ്യാറാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ്? 1ാം സ്ഥാനമാണ്. അതും അറിഞ്ഞിരിക്കുക. ഇത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഇന്ത്യയുടെ സ്ഥാനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷവും ഇത്തരമൊരു ചോദ്യം വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആരാണ് ഈ പട്ടിക പുറത്തിറക്കുന്നത്? വാണിജ്യ വ്യവസായ മന്ത്രാലയമാണ്. ആ പട്ടികയിൽ 1ാം സ്ഥാനത്ത് നമ്മുടെ കേരളമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ്, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മുടെ രാജ്യത്തേക്ക് ആദ്യമായിട്ട് ചീറ്റകളെ കൊണ്ടുവന്നത് നമീബിയയിൽ നിന്നാണ്. നമീബിയയിൽ നിന്ന് കുനോ നാഷണൽ പാർക്കിലേക്കാണ്, മധ്യപ്രദേശിലുള്ള കുനോ നാഷണൽ പാർക്കിലേക്കാണ് ചീറ്റകളെ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. അപ്പോൾ 2025 നവംബർ മാസത്തിൽ ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് 8 ചീറ്റകളെ കൂടെ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് രാജ്യത്തേക്കാണ്? ഏത് രാജ്യത്തു നിന്നാണ്? ബോട്സ്വാന എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തു നിന്നാണ് 8 ചീറ്റകളെ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പോയിന്റ് ഉൾപ്പെടുത്താനുള്ള കാരണം മുൻവർഷ പരീക്ഷകളിൽ ഏത് രാജ്യത്തു നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഏതാണ്? നമീബിയയിൽ നിന്നാണ് ആദ്യം കൊണ്ടുവന്നത്. ഏത് നാഷണൽ പാർക്കിലേക്കാണ് കൊണ്ടുവന്നത്? കുനോ നാഷണൽ പാർക്കിലേക്ക്. അത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ആണ് മധ്യപ്രദേശ്. ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പോയിന്റ് ഉൾപ്പെടുത്തിയത്.
ഇപ്പോൾ 2025 നവംബർ മാസത്തിൽ 8 ചീറ്റകളെ കൂടെ ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സോ അത് ഏത് രാജ്യത്തു നിന്നാണ്? ബോട്സ്വാനയിൽ നിന്നാണ്. രാജ്യത്തെ ആദ്യ സിൽക്കി മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ്? മൈസൂരാണ്. രാജ്യത്തെ ആദ്യ സിൽക്കി മ്യൂസിയം എവിടെയാണ്? മൈസൂരിലാണ്. ഡിജിറ്റൽ വിടവ് നികത്തുന്നതിനായി ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായ ഭാരത് നെറ്റ് നടപ്പാക്കിയ ആദ്യ സ്റ്റേറ്റ് ആണ് പഞ്ചാബ്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഡിജിറ്റൽ ആക്കുക എന്ന ലക്ഷ്യത്തോടെ ഭാരത് നെറ്റ് എന്ന് പറയുന്ന ഒരു സംരംഭം കേന്ദ്ര സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന ഇന്ത്യയുടെ സ്റ്റേറ്റ് ആണ് പഞ്ചാബ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മേഘദാട്ട് എന്ന് പറയുന്ന ഒരു അണക്കെട്ടുണ്ട്. ഓക്കെ, ഈ മേഘദാട്ട് എന്ന് പറയുന്ന അണക്കെട്ടുമായി ബന്ധപ്പെട്ട അത് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരി നദിയിൽ. നമ്മൾ പഠിക്കുന്ന ഉപദ്വീപീയ നദികളെ കുറിച്ച് പഠിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദിയാണ് കാവേരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാവേരി നദിയിലുള്ള അണക്കെട്ടാണ് മേഘദാട്ടു അണക്കെട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുമായി തർക്കത്തിലുള്ള 2 സ്റ്റേറ്റുകളാണ് തമിഴ്നാടും കർണാടകയും. ഇപ്പം നമ്മൾ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് കേരളവും തമിഴ്നാടും തർക്കത്തിലാണ്. അപ്പോൾ അതുപോലെ കാവേരി നദിക്ക് കുറുകെയുള്ള മേഘദാട്ടു അണക്കെട്ട് അതുമായി തർക്കത്തിലുള്ള 2 സംസ്ഥാനങ്ങളാണ് തമിഴ്നാടും കർണാടകയും. രാജ്യത്താദ്യമായി നദിക്കടിയിലൂടെ തുരങ്ക റോഡ് നിർമ്മിക്കുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദിയാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നദിക്കടിയിലൂടെ എന്താണ് ഒരു തുരങ്കപാത നിർമ്മിക്കുകയാണ്. സോ അത് നിർമ്മിക്കുന്ന നദി ഏതാണ്? അത് ബ്രഹ്മപുത്ര നദിയാണ്. നേരത്തെ നമ്മൾ ചീറ്റയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോട്സ്വാനിൽ നിന്ന് 2025 നവംബർ മാസത്തിൽ ഇന്ത്യയിലേക്ക് 8 ചീറ്റ കൊണ്ടുവന്നു എന്ന്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ്, ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ചീറ്റ പ്രസവിക്കുകയാണ്. ആ ചീറ്റയുടെ പേരെന്താണ്? മുഖി എന്നാണ്. മുഖി എന്ന് പറയുന്ന ചീറ്റയാണ് പ്രസവിച്ചിട്ടുള്ളത്. ചീറ്റ പുനരധിവാസത്തിൽ പുതുചരിത്രം 33 മാസം മുമ്പ് ഇന്ത്യയിൽ ജനിച്ച ആദ്യ ചീറ്റയായ മുഖിയാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത്. ഓക്കെ, അപ്പോൾ മുഖി എന്ന് പറയുന്ന ചീറ്റയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ പ്രസവിച്ചത്. അപ്പോൾ ആ ഒരു പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ചീറ്റയുടെ പേരെന്താണ്? മുഖി എന്നാണ് ആ ചീറ്റക്ക് നൽകിയിട്ടുള്ള പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടവർ പൊരുത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും പല ചീറ്റകൾ ഇപ്പോഴും അതിനോട് സർവൈവ് ചെയ്യാതെ മരിക്കുന്നുണ്ട്. എന്നാലും എന്താണ് ഒരു ചീറ്റ എന്താണ് പ്രസവിക്കുകയാണ്. മുഖി എന്നാണ് ആ ചീറ്റയുടെ പേരെന്ന് പറയുന്നത്. ഇനി തേജസ് എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനമുണ്ട്. 2025 നവംബർ മാസത്തിൽ ദുബായിൽ നടന്നിട്ടുള്ള ഒരു എയർ ഷോയിൽ തകർന്നു വീണിരുന്നു. അപ്പോൾ അതൊരു ചോദ്യമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 2025 നവംബർ മാസത്തിൽ ദുബായിൽ വെച്ച് നടന്ന എയർ ഷോയിൽ തകർന്നു വീണ യുദ്ധവിമാനമാണ് തേജസ് എന്ന് പറയുന്നത്. ഓക്കെ, തേജസ് യുദ്ധവിമാനമാണ്. നിങ്ങളെല്ലാവരും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലെല്ലാം ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. തകർന്നു വീഴുന്ന വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. അപ്പോൾ ദുബായിലെ എയർ ഷോയിൽ തകർന്നു വീണ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമാണ് തേജസ് എന്ന് പറയുന്നത്. അതുപോലെ 2025 നിലവിൽ വന്ന 4 തൊഴിൽ നിയമങ്ങളാണ് ദി കോഡ് ഓൺ വേജസ് 2019, സാമൂഹ്യ സുരക്ഷാ നിയമം 2020, ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് 2020, അതുപോലെ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020. ഓക്കെ, ചിലപ്പോൾ അത് താഴെ നൽകിയിരിക്കുന്നവയിൽ 2025 നിലവിൽ വരാത്ത തൊഴിൽ നിയമം ഏത്? ആ രീതിയിലൊരു ചോദ്യം വരാം. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കുക. ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായി എന്ന റെക്കോർഡ് നേടിയത് ജനതാദൾ യുണൈറ്റഡിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാർ ആണ്. ഓക്കെ, ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് നിതീഷ് കുമാർ ആണ്. ചോദിക്കാം, ബീഹാറിൻ്റെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? നിതീഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് JDU, ജനതാദൾ യുണൈറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ രാജ്യം ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ടും ഗതാഗത മേഖലയിലും ഒരുപാട് നേട്ടങ്ങൾ റീസെൻ്റായിട്ട് കൈവരിക്കുന്നുണ്ട്. വന്ദേ ഭാരത് അതിനൊരു തെളിവാണ്. ഇനി വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ ട്രെയിനുകൾ വരികയാണ്. അതുപോലെ ബുള്ളറ്റ് ട്രെയിനുകൾ രാജ്യത്ത് ആദ്യമായിട്ട് ഇനി 2027 തൊട്ട് വരികയാണ്. ബുള്ളറ്റ് ട്രെയിൻ നമ്മുടെ ജപ്പാനും ചൈനയൊക്കെ പോലെ ബുള്ളറ്റ് ട്രെയിനുകൾ രാജ്യത്ത് ആദ്യമായിട്ട് വരികയാണ്. ഇതാദ്യം വരുന്നത് ഗുജറാത്തിലെ സൂററ്റിനും വാപ്പിക്കും ഇടയിലാണ്. ഓക്കെ, ഗുജറാത്തിലെ
സൂററ്റിനും വാപ്പിക്കും ഇടയിലാണ് രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ ഓടുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ആ ഒരു ചോദ്യത്തിൽ മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോഴത്തെ റെയിൽവേ മന്ത്രി ആരാണ്? അശ്വിനി വൈഷ്ണവാണ്. അവരാണ് അറിയിച്ചത് രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിന് 2027 ഓഗസ്റ്റിൽ എന്താണ് ആരംഭിക്കുമെന്നാണ് നമ്മുടെ റെയിൽവേ മന്ത്രിയായുള്ള അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പൂർണ്ണ സർവീസിന്റെ ആദ്യഘട്ടമായിരിക്കും ഇത്. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ ആകെ നീളം 508 കിലോമീറ്റർ ആണ്. ട്രെയിനുകൾ മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കും. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കേണ്ട. നിങ്ങൾ മനസ്സിലാക്കുക, 2027 കൂടിയാണ് രാജ്യത്ത് ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ ആരംഭിക്കുക എന്നാണ് റെയിൽവേ മന്ത്രിയായുള്ള അശ്വിനി വൈഷ്ണവ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഗുജറാത്തിലെ സൂററ്റിനും വാപ്പിക്കും ഇടയിലായിരിക്കും ഈ ഒരു ബുള്ളറ്റ് ട്രെയിനിന്റെ ആദ്യ സർവീസ് എന്നാണ് അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സ്റ്റേറ്റ് ആണ് കർണാടക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യ സിലിക്കൺ മ്യൂസിയം എവിടെയാണ്? അത് മൈസൂരാണ്. കർണാടകയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് മൈസൂർ എന്ന് പറയുന്നത്. സോ ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം സിറ്റി എന്ന ആശയം അവതരിപ്പിച്ച സ്റ്റേറ്റ് ആണ് കർണാടക സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി 131 ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരം ഏത് കേന്ദ്രഭരണ പ്രദേശത്തെയാണ് ആർട്ടിക്കിൾ 240 പരിധിയിൽ കൊണ്ടുവരാൻ നിർദ്ദേശിക്കുന്നത്? ഏതാണ്? 2 സ്റ്റേറ്റുകളുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ചണ്ഡീഗഡ്. 131 ഭരണഘടനാ ഭേദഗതിയിൽ പ്രകാരം ഏത് കേന്ദ്രഭരണ പ്രദേശത്തെയാണ് ആർട്ടിക്കിൾ 240 പരിധിയിൽ കൊണ്ടുവരാൻ നിർദ്ദേശിക്കുന്നത്? ചണ്ഡീഗഡ്. അറിഞ്ഞിരുന്നാൽ മതി. ഇനി 2025 നവംബർ മാസത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച 24x7 പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 14490 ആണ്. അപ്പോൾ 2025 നവംബറിൽ ദേശീയ വനിതാ കമ്മീഷൻ ആരംഭിച്ച 24x7 പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14490. ഇത് നിങ്ങൾ PSC പരീക്ഷകൾ പഠിച്ചില്ലെങ്കിലും വനിതാ ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പൊതുവായുള്ള കാര്യമാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു നൽകേണ്ട ഒരു അറിവാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ 24x7 പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് 14490 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഗാന്ധിജിയുടെ ആത്മകഥയാണ് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നതും. സോ ആ ഒരു ആത്മകഥക്ക് 100 വയസ്സ് തികയാണ്. 1925 നവംബർ 25 മുതലാണ് ഗാന്ധിജി ഗുജറാത്തി ഭാഷയിൽ ഈ ഒരു ആത്മകഥ എഴുതി തുടങ്ങിയത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾ വന്ദേ മാതരത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ ഒരു വന്ദേ മാതരത്തിന് 150 വർഷം തികയുകയാണ്. അതുപോലെ ഗാന്ധിജിയുടെ ആത്മകഥയ്ക്ക് എത്ര വർഷം തികയുകയാണ്? 100 വയസ്സ് തികയുകയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ചോദിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി നമ്മുടെ ശ്രീലങ്കയിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ട ശ്രീലങ്കയിൽ ഒരു മഹാപ്രളയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രീലങ്കയിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫ്ലഡ് റീസെൻ്റ് ആയിട്ട് നടന്നിരുന്നു. സോ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ അയൽരാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ നൽകിയിട്ടുള്ള സഹായ സഹകരണത്തിൻ്റെ ആ ഒരു ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ സാഗർ ബന്ധു എന്നാണ് ഇന്ത്യ നൽകിയിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ്റെ, ഇന്ത്യ സഹായിച്ചിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഈ 2 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അടുത്ത പരീക്ഷകളിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഭാഗത്തോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടോ ചോദിക്കാൻ ചാൻസ് ഉള്ള 2 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അടുത്തത് ലോകവുമായി ബന്ധപ്പെട്ട 2025 നവംബറിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ്. അപ്പോൾ നമ്മൾ കേരളം പറഞ്ഞു, ഇന്ത്യ പറഞ്ഞു, വേൾഡ് പറഞ്ഞു. അപ്പോൾ നോട്ട് എഴുതി പഠിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയ രീതിയിലാണ് ഈ ഒരു കറണ്ട് അഫെയർസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ലോകവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ആദ്യം തന്നെ ഒരു ഇന്ത്യൻ വംശജന് അമേരിക്കൻ സ്റ്റേറ്റ് ആയുള്ള ന്യൂയോർക്കിൻ്റെ മേയർ ആകുകയാണ്. അതിൻ്റെ പേരെന്താണ്? സൊഹ്റാൻ മംദാനി എന്നാണ്. ഓക്കെ, അപ്പോൾ ന്യൂയോർക്കിൽ മേയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ന്യൂയോർക്കിൽ മേയർ ആകുന്ന ആദ്യ ഇന്ത്യൻ വംശജനാണ് സൊഹ്റാൻ മംദാനി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ UNOയുടെ ജല കൺവെൻഷനിൽ അംഗമാകുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് മനസ്സിലാക്കുക, UNOയുടെ ജല കൺവെൻഷനിൽ അംഗമാകുന്ന ആദ്യ സൗത്ത് ഏഷ്യൻ കൺട്രിയാണ് ഏതെന്ന് പറയുന്നത്? ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ഇനി എല്ലാ വർഷവും
അവസാനത്തിൽ ഓരോ ഡിക്ഷണറികൾ, കാംബ്രിഡ്ജ്, കോളിൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഡിക്ഷണറികൾ അവരുടെ ആ ഡിക്ഷണറിയുടെ ആ വർഷത്തെ വാക്ക് സെലക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ കോളിൻസ് ഡിക്ഷണറിയുടെ ഇക്കൊല്ലത്തെ വാക്കാണ് വെബ് കോഡിംഗ് എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട ഡിക്ഷണറിയാണ് കോളിൻസ് ഡിക്ഷണറി എന്ന് പറയുന്നത്. ആ ഡിക്ഷണറിയുടെ 2025 വേർഡ് എന്താണ്? വൈബ് കോഡിംഗ് എന്നാണ്. എന്താണ്? വൈബ് കോഡിംഗ് എന്നാണ്. ഇനി PSC പരീക്ഷയിൽ മുൻപെല്ലാം സ്ഥിരമായിട്ട് ചോദിച്ചിരുന്നൊരു ചോദ്യമായിരുന്നു, അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പ്രഥമ റിസർച്ച് സ്റ്റേഷൻ ഏതാണ്? ദക്ഷിണ ഗംഗോത്രിയാണ്. ഇത് പലപ്പോഴായിട്ട് പല PSC പരീക്ഷയിൽ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എന്താണ്? നമ്മുടെ അന്റാർട്ടിക്കയിൽ 4ാമത്തെ റിസർച്ച് സ്റ്റേഷൻ ആരംഭിക്കുകയാണ്. സോ അതിൻ്റെ പേരെന്താണ്? മൈത്രി 2 ആണ്. അപ്പോൾ മൈത്രി 1 ഓൾറെഡി ഇന്ത്യ സ്ഥാപിച്ചിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റേഷനാണ്. ആദ്യ റിസർച്ച് സ്റ്റേഷൻ എന്ന് പറയുന്നത് ദക്ഷിണ ഗംഗോത്രിയാണ്. അപ്പോൾ അന്റാർട്ടിക്കയിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ റിസർച്ച് സ്റ്റേഷനാണ് മൈത്രി 2 എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ 4ാമത്തെ റിസർച്ച് സ്റ്റേഷനാണ്. ഇനി മനുഷ്യരിൽ ആദ്യമായിട്ട് H5N5 പക്ഷിപ്പനി സ്ഥിരീകരിച്ച അമേരിക്കൻ സ്റ്റേറ്റ് ആണ് വാഷിങ്ടൺ എന്ന് പറയുന്നത്. ജസ്റ്റ് വായിച്ചാൽ മതി. അപ്പോൾ മനുഷ്യരിൽ ആദ്യമായിട്ട് H5N5 എന്ന് പറയുന്ന പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയാണ്. ഇത് സ്ഥിരീകരിച്ച അമേരിക്കൻ സ്റ്റേറ്റ് ആണ് വാഷിങ്ടൺ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള നേപ്പാളിൽ കുറച്ചു കാലം മുൻപ് ജൻസി കലാപം നടന്നിരുന്നു. അവിടുത്തെ സർക്കാരിൻ്റെ ദുർഭരണത്തിനെതിരെ അവിടുത്തെ യുവജനങ്ങൾ അഥവാ ജൻസി വിഭാഗക്കാർ പ്രക്ഷോഭം നടത്തിയിരുന്നു. അതുപോലെ മറ്റൊരു രാജ്യത്ത് കൂടെ ഇതുപോലെ ജൻസി വിഭാഗത്തിൽപ്പെട്ട യുവജനങ്ങൾ എന്താണ്, അവർ പ്രക്ഷോഭം നടത്തുകയാണ്. ആ രാജ്യമാണ് മെക്സിക്കോ, ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള മെക്സിക്കോ എന്ന് പറയുന്നത്. സോ ആദ്യമായിട്ട് ജൻസി കലാപം അരങ്ങേറിയിട്ടുള്ള ഇന്ത്യയുടെ അയൽ രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യം കൂടെ ജൻസി കലാപം നടത്തുകയാണ് അവരുടെ സർക്കാരിനെതിരെ. ആ ഒരു രാജ്യമാണ് മെക്സിക്കോ എന്ന് പറയുന്നത്. ലോകത്തിൽ ആദ്യമായി വിമാനയാത്രികർക്ക് ഗ്രീൻ ഫ്യുവൽ ലെവി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. ലോകത്തിൽ ആദ്യമായി വിമാനയാത്രക്കാർക്ക് ഗ്രീൻ ഫ്യുവൽ ലെവി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? സിംഗപ്പൂരാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കോളിൻസ് ഡിക്ഷണറിയുടെ 2025 വാക്കാണ് വൈബ് കോഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു ഡിക്ഷണറിയാണ് കാംബ്രിഡ്ജ് ഡിക്ഷണറി എന്ന് പറയുന്നത്. അവരുടെ ഈ വർഷത്തെ വാക്ക് എന്താണ്? പാരാസോഷ്യൽ എന്നാണ്. ഓക്കെ, അപ്പോൾ വൈബ് കോഡിംഗ് എന്ന് പറയുന്നത് കോളിൻസ് ഡിക്ഷണറിയുടെ 2025 വാക്കാണ്. ഇവിടെ പാരാസോഷ്യൽ എന്നുള്ളതാണ് കാംബ്രിഡ്ജ് ഡിക്ഷണറിയുടെ 2025 വാക്കെന്ന് പറയുന്നത്. ഇനി 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ഫോം ചെയ്തൊരു സഖ്യമാണ് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ ഫുൾ ഫോം. നിലവിൽ 19 അംഗരാജ്യങ്ങളാണ് നാറ്റോക്കുള്ളത്. അതിലേക്ക് സൗദി അറേബ്യ കൂടെ എന്താണ്, ജോയിൻ ചെയ്യുകയാണ്. സോ 2025 നവംബറിൽ US-ന്റെ നാറ്റോ ഇതര സഖ്യ ശക്തിയായിട്ട് ആര് മാറുകയാണ്? അല്ലെങ്കിൽ 2025 നവംബറിൽ US-ന്റെ നാറ്റോ ഇതര സഖ്യ കക്ഷിയായിട്ട് ആര് മാറുകയാണ്? അറേബ്യൻ രാജ്യമായുള്ള സൗദി അറേബ്യ മാറുകയാണ്. ഈ നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ഫോം ചെയ്തിട്ടുള്ള ഒരു സഖ്യ കക്ഷിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടമാണ് എന്തെന്ന് പറയുന്നത് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 49ലാണ് ഫോം ചെയ്യുന്നത്, 1949. സോ അതിൽ അംഗമായിട്ടുള്ള ഒരു രാജ്യമാണ്, പുതിയ രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതും അറിഞ്ഞിരിക്കുക. മറ്റ് പ്രധാനപ്പെട്ട UAE, കുവൈത്ത് ഇവയെല്ലാം എന്താണ്, ഈ പറയുന്ന നാറ്റോയുടെ അംഗരാജ്യങ്ങളാണ്. ഇനി മിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയത് ഫാത്തിമ ബോഷ് ആണ്, മെക്സിക്കൻ മോഡൽ. ഓക്കെ, ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയായിരുന്നു? തായ്ലൻഡ് ആണ്. അപ്പോൾ മിസ് യൂണിവേഴ്സ് 2025 കിരീടം നേടിയത് ഫാത്തിമ ബോഷ് എന്ന് പറയുന്ന മെക്സിക്കൻ മോഡലാണ് ഈ ഒരു വിന്നർ ആയിട്ടുള്ളത്. ഇതിൻ്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? തായ്ലൻഡ് ആണ്. അതുപോലെ ദ സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ് ചിൽഡ്രൻ 2025 റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സംഘടന ഏതാണ്? കുട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് യൂണിസെഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂണിസെഫ് എന്ന് പറയുന്ന സംഘടനയാണ് ദ സ്റ്റേറ്റ് ഓഫ് ദി യൂണിസെഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ദ സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ്സ് ചിൽഡ്രൻ 2025 എന്ന് പറയുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഈ നാസയുടെ അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട UNOയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ, അവിടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ
കഴിഞ്ഞ പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ യൂണിസെഫ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ദി സ്റ്റേറ്റ് ഓഫ് ദി വേൾഡ്സ് ചിൽഡ്രൻ 2025. ചിൽഡ്രൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് യൂണിസെഫ് എന്ന് പറയുന്നത്. 2025 ഫ്രാൻസ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ആദരിച്ച ഇന്ത്യൻ വംശജയായ ഏക വനിതയാണ് നൂർ ഇനായത്ത് ഖാൻ എന്ന് പറയുന്നത്. ആരാണ്? നൂർ ഇനായത്ത് ഖാൻ. ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2025 ഫ്രാൻസ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ആദരിച്ച ഇന്ത്യൻ വംശജയായ ഏക വനിതയാണ് നൂർ ഇനായത്ത് ഖാൻ എന്ന് പറയുന്ന വനിത. ഓക്കെ, ഇനി എത്തോപ്യയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എത്തോപ്യ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്ത് ഹെയ്ലി ഗബ്ബി എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അഗ്നിപർവ്വതങ്ങൾ ഇന്തോനേഷ്യയിലൊക്കെ ശക്തിയായിട്ട് പൊട്ടാറുണ്ട്. എന്നാൽ ഈ ഒരു അഗ്നിപർവ്വതത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 12,000 വർഷത്തിന് ശേഷമാണ് ഈ ഒരു അഗ്നിപർവ്വതം, അത്രയും കാലം നിർജ്ജീവമായി കിടക്കുമായിരുന്നു, അതിനുശേഷം 12,000 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കാൻ ചാൻസ്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെയ്ലി ഗബ്ബി എന്ന് പറയുന്ന ആ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ചോദിക്കാം. എവിടെയാണ്? എത്തോപ്യയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു അഗ്നിപർവ്വതം മൗണ്ട് സൊമേരു, ഇത് ഇന്തോനേഷ്യയിലാണ്. ഇതും എന്താണ്? പൊട്ടിത്തെറിച്ച ഒരു അഗ്നിപർവ്വതമാണ്. ഈ ഒരു അഗ്നിപർവ്വതത്തേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. ഇവിടെ വേണമെങ്കിൽ എന്ത് ചോദിക്കാം? മൗണ്ട് സൊമേരു എന്ന് പറയുന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണെന്ന് ചോദിക്കാം. ഒരുപാട് സജീവ അഗ്നിപർവ്വതങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു അഗ്നിപർവ്വതത്തിനാണ്. കാരണം 12,000 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നത്. അതിൻ്റെ പേര് ഹെയ്ലി ഗബ്ബി എന്നാണ്. ഓക്കെ, ഇത് സ്ഥിതി ചെയ്യുന്ന രാജ്യം എത്തോപ്യയാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 2 പോയിന്റ് അറിഞ്ഞിരിക്കുക. ഈ ഹെയ്ലി ഗബ്ബി അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിൻ്റെ അതിൻ്റെ എഫക്റ്റ് ഇന്ത്യയിൽ വരെ ഫീൽ ആയിട്ടുണ്ട് എന്നാണ്. ഇന്ത്യയിൽ പല മേഘങ്ങളും ഫോം ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത്. പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയെ മറികടന്ന് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായി മാറിയത് ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരമായിട്ട് ഇത്രയും കാലം നമ്മൾ പഠിച്ചിരുന്നത് ടോക്കിയോ ആണ്. എന്നാൽ അത് മാറിയിട്ടുണ്ട്. ജക്കാർത്ത, ഓക്കെ, ഇന്തോനേഷ്യയുടെ മുൻ തലസ്ഥാനമായിട്ടുള്ള ഇപ്പോൾ നുസാന്ത്രയാണ് ഇന്തോനേഷ്യയുടെ തലസ്ഥാനം. എന്നാൽ ഇന്തോനേഷ്യയുടെ പഴയ തലസ്ഥാനമായുള്ള ജക്കാർത്തയാണ് നിലവിൽ എന്താണ് ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമായിട്ട് മാറിയത്. ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ്. സോ ഈ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും കേരളം, അതുപോലെ ഇന്ത്യ, വേൾഡ് തുടങ്ങിയ ഈ പ്രധാനപ്പെട്ട മേഖലകളിലെ ഒരു എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ, അതിൽ തന്നെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ പറയുന്നതല്ല. മുൻ വർഷങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് അതുമായി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് ആ രീതിയിലൊരു ചോദ്യം വന്നിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ആ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. സോ നിങ്ങളത് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ പോയിന്റ്സ് ഹൈലൈറ്റ് ചെയ്തോ അല്ലെങ്കിൽ അത് 2-3 തവണ റിവിഷൻ ചെയ്തോ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു 2025 നവംബർ മാസത്തിലെ പാർട്ട് 1 ക്ലാസ് ആണ്. പാർട്ട് 2 നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. മറ്റു പ്രധാനപ്പെട്ട മേഖല, പ്രത്യേകിച്ച് സ്പോർട്സ്, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, എക്കണോമിക്സ്, ഇങ്ങനെ ഒരു മാസത്തിലെ എല്ലാ മേഖലയിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്, ഇതിൻ്റെ സീരീസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡഡ് ആണ്. അത് കാണാൻ ശ്രമിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വിവരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.